അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് രംഗത്ത് വരുന്നു. ആ പ്രതികരണം തന്റെ സാമൂഹ്യ മാധ്യമത്തിലൂടെ പോസ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഇതിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു കൂടിയാലോചന പോലുമില്ലാതെ തികച്ചും ഏകപക്ഷീയമായി തന്നെയാണ് ട്രംപ് ഈ ഒരു പ്രതികരണത്തെ സ്വാഗതം ചെയ്തത്. അതിൽ ഇസ്രായേൽ നേതൃത്വത്തിന് പ്രധാനമായിട്ടും നെതന്യാഹുവിന് അമർഷമുണ്ട് എന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ട്രംപ് ഔദ്യോഗികമായി തന്നെ അടിയന്തരമായി വെടിനിർത്തൽ നിർദ്ദേശം ഇസ്രായേലിന് നൽകിയ ഒരു സാഹചര്യത്തിൽ ബന്ധപ്പെട്ട പ്രായോഗിക നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ന് രാവിലെ മുതൽ ഒറ്റപ്പെട്ട ചില ആക്രമണങ്ങൾ, ഒരു ഡ്രോൺ ആക്രമണം ഇപ്പോൾ തെക്കൻ ഗസയിലെ മവാസി ക്യാമ്പിന് നേരെ ഉണ്ടായിട്ടുണ്ട്. അതിൽ 2 കുട്ടികൾ കൊല്ലപ്പെട്ടത് മാറ്റി നിർത്തിയാൽ മറ്റൊരു ആക്രമണവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒന്നാം ഘട്ടം, ഈ 20 ദിന പദ്ധതിയുടെ ഒന്നാം ഘട്ടം തങ്ങൾ പ്രായോഗികമായിട്ട് ആരംഭിക്കാൻ തീരുമാനിച്ചതായിട്ട് നെതന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചിരിക്കുന്നു. നെതന്യാഹുവിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണം ഇനിയും വന്നിട്ടില്ല. പക്ഷേ സൈനിക നേതൃത്വം സ്ഥിരീകരിച്ച ഒരു കാര്യമുണ്ട്. ആക്രമണം തൽക്കാലം തങ്ങൾ നിർത്തിവെക്കുകയാണ്. സൈന്യത്തോട് ഈ ബന്ദി കൈമാറ്റത്തിന് സജ്ജമായി ഇരിക്കാനുള്ള നിർദ്ദേശവും പ്രതിരോധ സേനാ വക്താവ് തന്നെ നൽകിയിട്ടുണ്ട്. എന്തായാലും കാര്യങ്ങൾ ശരിയായിട്ടുള്ള ദിശയിലാണ് ഇപ്പോൾ പോകുന്നത്. 2 കൊല്ലം പിന്നിട്ടിരിക്കുന്ന ഈ ആക്രമണം അവസാനിക്കുന്നതിന്റെ, താൽക്കാലികമായാണെങ്കിലും അവസാനിക്കുന്നതിന്റെ കൃത്യമായിട്ടുള്ള സൂചന വരുന്നുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹമാസിന്റെ നിരായുധീകരണം, യുദ്ധാനന്തര ഗസയുടെ ഭാവി, ബദൽ സർക്കാർ, ഇത്തരം കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ചർച്ചകൾ ഇനി നടക്കേണ്ടതുണ്ട്. അതുമായി അതായത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഹമാസിനെ നിരായുധീകരിക്കുക എന്നുള്ളതാണ് ആ സമാധാന പദ്ധതിയിലെ നിർദ്ദേശത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൽ ഹമാസ് പ്രതികരിച്ചിട്ടുണ്ട്. അതിലാണോ ഇനി ചർച്ച നടക്കുക? ഇതിന് ഹമാസ് നൽകിയിരിക്കുന്ന പ്രതികരണത്തിൽ വ്യക്തമാക്കിയത് ഒരു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം വരികയാണെങ്കിൽ ആയുധങ്ങൾ അവർക്ക് കൈമാറുന്നതിൽ തങ്ങൾക്ക് വിരോധമില്ല. അത്തരമൊരു നീക്കം ഉണ്ടാകണം. അതും ഒരു കൂട്ടായ്മയിലൂടെ ആയിരിക്കണം. തങ്ങൾ കൂടി ഉൾപ്പെട്ടിരിക്കുന്ന ഒരു ഫലസ്തീൻ ദേശീയ സമിതി, ആ സമിതിക്ക് മുമ്പാകെ ആയിരിക്കും ഇത്തരം കാര്യങ്ങളിൽ ഒരു തീർപ്പുണ്ടാകേണ്ടത്. അതായത് പുറമെ നിന്നുള്ള ഒരു ഇടപെടലിനെയും തങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന കൃത്യമായിട്ടുള്ള ഒരു സന്ദേശം തന്നെയാണ് ട്രംപിന് കൈമാറിയിരിക്കുന്നത്. അതേസമയം ഇത്തരം കാര്യങ്ങളിൽ തുറന്ന ചർച്ചകളിലൂടെ ഒരു തീർപ്പിലെത്താൻ സാധിക്കും. ഈ ഒരു പ്രതികരണം വന്ന ഉടൻ തന്നെയാണ് ട്രംപ് ഹമാസ് സുസ്ഥിരമായിട്ടുള്ള ഒരു സമാധാനം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇസ്രായേൽ അടിയന്തരമായിട്ട് വെടിനിർത്തൽ നടത്തുകയും ഈ പദ്ധതി നടപ്പാക്കാനുള്ള അനുകൂല സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യണം എന്നാവശ്യപ്പെട്ടത്. ഇസ്രായേൽ കരുതിയത് ഇസ്രായേലും അമേരിക്കയും ചേർന്നുകൊണ്ട് ഒരു സംയുക്ത പ്രസ്താവന ഈ പ്രതികരണവുമായി ബന്ധപ്പെട്ട് വരണം എന്നതായിരുന്നു. പക്ഷേ അതിന് പുറമെ, അല്ലെങ്കിൽ അതിന് എതിരായിട്ട് ട്രംപ് തന്നെയാണ് ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രഖ്യാപനം നടത്തുകയും ഹമാസിന്റെ ഈ നീക്കത്തെ സ്വാഗതം ചെയ്യുകയും ചെയ്ത് ലോകരാജ്യങ്ങളൊക്കെയും ഇതിനെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇനി പ്രായോഗികമായിട്ടുള്ള കുറെ പ്രശ്നങ്ങൾ ഇതിൽ നിലനിൽക്കുന്നുണ്ട്. ഗസയുടെ ഭാവി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ, ഹമാസിന്റെ നിരായുധീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ, അതിൽ ഖത്തറും ഈജിപ്തും തുർക്കിയും ഉൾപ്പെട്ട രാജ്യങ്ങളുമായി ഒരു മധ്യസ്ഥ ചർച്ചകളിലൂടെ അതിൽ പരിഹാരം കാണാം. പക്ഷെ അതിനൊന്നും ഒരു കൃത്യമായിട്ടുള്ള ഒരു സമയപരിധി നിർണ്ണയിച്ചിട്ടില്ല. എന്തായാലും ഈ ജീവനോടെയുള്ള 20 ബന്ദികളെയും 28 ബന്ദികളുടെ മൃതദേഹങ്ങളും വളരെ പെട്ടെന്ന് തന്നെ കൈമാറുമെന്ന് ഹമാസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഒരുപക്ഷെ ഗസ സിറ്റിക്ക് നേരെയുള്ള, ഗസ സിറ്റി കീഴടക്കാനുള്ള നീക്കം ഇസ്രായേൽ ഉപേക്ഷിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഏറ്റവും അവസാനം പുറത്തുവരുന്നത്. ആ ഗസ സിറ്റിയിൽ നിന്നും ഇസ്രായേൽ സേന പിന്മാറണമെന്ന് ഹമാസ് ആവശ്യപ്പെടുന്നതായിട്ട് പുറത്തുവരുന്നുണ്ട്. ആ ഗസ സിറ്റിയിൽ നിന്ന് സൈന്യം പിന്മാറുകയാണെങ്കിൽ പലസ്തീൻ ജനതയുടെ ഭാവി അത് നിർണ്ണയിക്കുന്ന നിർദ്ദേശങ്ങൾ എന്തായിരിക്കും ഇനി നടക്കാൻ പോകുന്നത് എന്നൊക്കെയുള്ളത് നമുക്കറിയാം. ഇതുതന്നെ വലിയ ഭീഷണിയായിരുന്നു. ഞായറാഴ്ചയ്ക്കുള്ളിൽ തന്നെ വിവരം അറിയിക്കണം, ഇല്ലെങ്കിൽ മുച്ചൂടും മുടിക്കുമെന്നുള്ള ട്രംപിന്റെ ഭീഷണിയിലാണ് ഇപ്പോൾ ഹമാസ് പ്രതികരിച്ചിരിക്കുന്നത്. പക്ഷേ അതിലെന്ത് ഒരു ഉറപ്പ്, അതായത് സാധാരണ ഇപ്പം നമ്മൾ ചിന്തിക്കുമ്പോൾ പോലും എന്ത് ഉറപ്പിലാണ് ഈ കാര്യങ്ങളിലേക്ക്, പദ്ധതിയിലേക്ക് കടക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല, ഹമാസിന്റെ പ്രതികരണത്തോട് ട്രംപ് പ്രതികരിച്ചതിൽ നെതന്യാഹുവിന്റെ പ്രതികരണം എന്താണ്? നെതന്യാഹുവിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രഖ്യാപനം വന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ ഓഫീസ് നൽകിയിരിക്കുന്നത് ട്രംപ് നിർദ്ദേശിച്ചത് പ്രകാരം ഈ 20 ദിന പദ്ധതിയുടെ ആദ്യഘട്ടം നടപ്പാക്കുന്നതിന് വേണ്ടി തങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, അതിനെ പോസിറ്റീവായിട്ട് കാണുന്നു എന്ന ഒരൊറ്റ പ്രതികരണം മാത്രമാണ് നെതന്യാഹുവിന്റെ ഓഫീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ട്രംപ് ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം നടത്തിയിട്ടില്ല. കാരണം ഈ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം തന്റെ മന്ത്രിസഭയുടെ, സുരക്ഷാ മന്ത്രിസഭയുടെ യോഗം വിളിച്ചു ചേർക്കണം. അത് മിക്കവാറും ഇന്ന് വൈകിട്ട് നടക്കും. അവിടെ
അവരുടെ ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം നെതന്യാഹു നടത്തുക. പക്ഷേ ട്രംപ് നിർദ്ദേശിച്ച ഒരു സാഹചര്യത്തിൽ ഇനി പിറകോട്ട് പോകാൻ തൽക്കാലം ഇസ്രായേലിന് സാധ്യമല്ല. അവർ ഏറ്റവും കൂടുതൽ ഇസ്രായേലി പൊതുസമൂഹവും പ്രതിപക്ഷവും ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത് ബന്ദികളുടെ മോചനമാണ്. അതോടൊപ്പം തന്നെ കൊല്ലപ്പെട്ട ബന്ദികളുടെ മൃതദേഹങ്ങളുടെ കൈമാറ്റമാണ്. ഇത് രണ്ടും ഇപ്പോൾ ഹമാസ് അംഗീകരിച്ചിരിക്കുന്നു. പക്ഷേ അതിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കണമെന്ന് ഈ പ്രതികരണത്തിൽ ഹമാസ് അറിയിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ആക്രമണം നിർത്തിവെക്കാനുള്ള ഒരു നിർദ്ദേശം ട്രംപ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇനി ഗസ സിറ്റിയിൽ നിന്ന് ഒരുപക്ഷെ ഈ സൈനിക പിന്മാറ്റം സംബന്ധിച്ച ഒരു തീരുമാനം വരേണ്ടതുണ്ട്. അത് മിക്കവാറും ഇന്ന് വൈകിട്ട് ചേരുന്ന ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭ യോഗം കൈക്കൊള്ളുകയാണെങ്കിൽ അടുത്ത 2-3 ദിവസത്തിനുള്ളിൽ, ഒരുപക്ഷെ അതിലും കൂടുതൽ സമയം വേണ്ടി വന്നേക്കുമെന്നൊരു സൂചന ഹമാസ് വൃത്തങ്ങൾ നൽകുന്നുണ്ട്. അത്തരമൊരു സാഹചര്യം രൂപപ്പെട്ടാൽ തീർച്ചയായിട്ടും ഈ ബന്ദികളെയും ബന്ദികളുടെ മൃതദേഹങ്ങളും കൈമാറുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥ നടപ്പാവും.